രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിലും KSUവിലും തമ്മിലടി. പാലക്കാട്ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചേരിപ്പോര്. പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ അശ്ലീല മെസ്സേജ് അയച്ചുവെന്ന് ആരോപണം. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തത് കോട്ടയ്ക്കകം വാർഡംഗം ശ്രീജ. CPIM പ്രവർത്തകർ അപമാനിച്ചുവെന്ന് പരാതി. പൊന്നോണത്തിന്റെ വരവറിയിച്ച ഇന്ന് അത്തം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങൾ. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര തുടരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കില്ല. ഉദയനിധി സ്റ്റാലിനും എത്തില്ല. തമിഴ്നാടിനു വേണ്ടി പങ്കെടുക്കുന്നത് ദേവസ്വം മന്ത്രി ശേഖർ ബാബു. വോട്ടർ അധികാർ യാത്ര 10ാം ദിനത്തിൽ. ബീഹാറിൽ യാത്രയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും. രാഹുലിന് പിന്തുണയുമായി MK സ്റ്റാലിനും കനിമൊഴിയും നാളെ യാത്രയിൽ പങ്കെടുക്കും. ദേശീയ അവാർഡ് ജൂറിക്കെതിരെ റസൂൽ പൂക്കുട്ടി. ആടുജീവിതത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയത് രാഷ്ട്രീയം കാരണമെന്ന് റസൂൽ പൂക്കുട്ടി ന്യൂസ് 18നോട്. കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിനെ പരിഹസിച്ചും ഓസ്കാർ ജേതാവ്. ഗസയിലെ ആശുപത്രി ആക്രമണത്തിൽ ഖേദവുമായി ഇസ്രായേൽ. അപകടത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 5 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 20 പേർ. ട്രംപ് ഇന്ത്യക്ക് പ്രഖ്യാപിച്ച 50% താരിഫ് നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ന് ഉന്നതതല യോഗം വിളിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ചെറുകിട സംരംഭകരുടെയും കർഷകരുടെയും താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിന് അന്തിമ രൂപമാകും. വിഭാഗീയതയും മറികടന്ന് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ ആത്മവിശ്വാസത്തിൽ പാർട്ടി.